ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ നല്ലൊരു ശതമാനം BJP RSSൻ്റെ പ്രതിഷേധം അതിജീവിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് പ്രശ്നമാണ്. വിരട്ടലിനെയും വിലപേശലിനെയും ഭയക്കാത്ത, കാവിക്കൊടിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇടതുപക്ഷത്തിന്റെ കരുത്തൻ നേതാവ് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? പുതുതലമുറയ്ക്ക് ആവേശമാകുന്ന പഴയ SFI നേതാവ്, നിരവധി പ്രതിഷേധങ്ങളുടെ സമര നേതാവ്. അദ്ദേഹത്തോടാണ് ഇന്ന് സംഘപരിവാറിന്റെ ഭീഷണി. എന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഉറക്കെ പറയാൻ ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരു മടിയുമുണ്ടായില്ല. വിരട്ടിയൊന്ന് പേടിപ്പിച്ചു കളയാമെന്ന് കരുതിയവർക്ക് തെറ്റി. സംഘപരിവാറിന്റെ വിലയില്ലാത്ത ഈ വിരട്ടലിൽ വിറങ്ങലിച്ചു പോകുന്ന ആളല്ല കേരളത്തിന്റെ ഈ ഇടതു നേതാവ്. സർക്കാർ പരിപാടിയിൽ RSSന്റെ ഭാരതാംബയുടെ ചിത്രം അനൌചിത്യമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. ഗവർണറുടെ അഹങ്കാരവും ധിക്കാരപരവുമായ നടപടിയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെന്റ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? രാജ്ഭവൻ രാഷ്ട്രീയ പാർട്ടികളുടെ കുടുംബ സ്വത്തല്ല എന്ന സംഘപരിവാർ ആദ്യം മനസ്സിലാക്കണം. രാജ്ഭവനെ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി കൃത്യമായി പറഞ്ഞു. ആശയ പ്രചാരണത്തിന് ഗവർണറെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. കാവിക്കൊടിയേന്തിയ ഭാരതാംബ സങ്കല്പം മതേതര മൂല്യത്തിന് എതിര് തന്നെയാണ്. ബ്രിട്ടീഷ് അധീനകാലത്തെ ഭൂപടത്തിനു മുന്നിൽ RSSന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന വനിതയുടെ ചിത്രം പൂജിക്കുന്ന പരിപാടിയിൽ ജനാധിപത്യ ബോധമുള്ള ആരും പോകാൻ തയ്യാറാകില്ല. സമരം നടത്താം, എന്നാൽ അതിലൽപ്പം നീതിയും ന്യായവും യുക്തിയും ഒക്കെ വേണം. കഴിഞ്ഞ 2 ദിവസമായി ABVP മനഃപൂർവ്വം തെരുവിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പതിയിരുന്ന് നടത്തുന്ന തെരുവ് കലാപമല്ല സമരം. കലാപങ്ങൾ മാത്രം നടത്തി ശീലമുള്ള RSSന്റെ ചിങ്കിടികൾക്ക് അത് പറഞ്ഞാലും മനസ്സിലാകില്ല. സംഘപരിവാർ അജണ്ടയെ നെഞ്ചുകോട നേരിട്ട ശിവൻകുട്ടി എന്ന നേതാവ് ശാഖയിലെ കബഡിക്കളി അടവുകളുടെ മുന്നിൽ പതറില്ല.